വെച്ചിട്ടുണ്ടാവും. ഇത് ആന കൊമ്പോട് അതാണ് ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളൊരു ഓഫ് റോഡ് പോകണം. അപ്പോൾ ആ പോണ വണ്ടികളും കൂടി കണ്ടാലോ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം പോകുന്ന ഓഫ് റോഡ് പോകുന്ന വണ്ടികൾ. ഒരു വില്ലീസ് ഉണ്ട്, 2 540 ഉണ്ട്, ഒരു ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ നമ്മൾ വില്ലീസിൻ്റെ സൈഡ് ടയർ മരുന്നുണ്ട്, അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നേരെ ട്രാക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോസ് കണ്ടാലോ, സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ട്രാക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ നിർത്തി? സാബിയെ കണ്ണുണ്ടില്ലേ? അത് പേനൊക്കെ ആകെ ചളിയായാലോ. ആഹാ, അങ്ങനെ തേച്ചിറച്ചി കക്കിക്കോ. അതാണ് സംഭവം. എന്ത് പറ്റിടാ എന്ന് കേൾക്കണു. അത് നിർത്തിയെ പറ്റി മനസ്സിലായി. അവിടെ ജി നിർത്തണ കണ്ടപ്പോ തന്നെ ഉറപ്പാണ് കണ്ടിട്ടുണ്ടാവില്ല. അജാതി സീനാട്ടോ, കിട്ടിക്കണു. വീഡിയോ അടിപൊളിയാ, നൈസാ. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ, കിഡിലും വ്യൂ എന്നൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾ കണ്ടോ? എന്നിട്ട് പറയും. എന്താ പാട് കണ്ടിട്ട്? നമുക്ക് ചലഞ്ചല്ല സാബി, ഇതൊക്കെ എന്തല്ലേ നമുക്ക്? ഒന്നുമല്ല, പറ. സിമ്പിളായിട്ട് സോ സിമ്പിൾ. എവിടെയൊക്കെ തട്ട് കാണാനല്ലേ? മോഡിഫൈ ചെയ്യും. അതാണ് ഹൾക്ക്. അതാണ് ഹൾക്ക്. അതിനുള്ള സെറ്റപ്പ് കൊണ്ട് നടക്കണം. ചടങ്ങാണ്. ഓരോ ഭാഗത്തുനിന്ന് അയച്ചു വരുമ്പോഴത്തേനും അല്ലേ? അടിക്കലൊക്കെ എളുപ്പമാണ്, പക്ഷെ തിരിച്ച് വെക്കാനും പഠിക്കും. പിന്നെ നമ്പർ പോട്ടെ. നമ്മൾ വണ്ടിയിൽ ഈ സൈഡ് അയച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പുറത്തെ സൈഡും കൂടി അയച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വരിക എന്ന് കാണാനേ. മാത്രമല്ല ഒരു വൈബല്ലേ. കണ്ടു കഴിച്ചോ? ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സാബിയെ അയച്ചിന് മാതിരി ഫിറ്റ് ചെയ്യുമോ?
സാവധാനം മറ്റേ കഴിഞ്ഞ വെഞ്ചു പോയിട്ട് പോയി സാധനം അഴിച്ചു പിന്നെ തിരിച്ചു കയറ്റാൻ മൂടില്ല കുഴപ്പമൊന്നുമില്ലേ മിക്കവാറും ഞാൻ വിളിച്ചു ഇത് വെല്ലുവിളിയാവുള്ളൂ ഇതാക്കണോ സെറ്റല്ല സാബിയ ഓക്കേടാ ഓവൻ്റെ വണ്ടിയുടെ ഫസ്റ്റാണ് അപ്പോൾ വണ്ടിക്ക് നൈസായിട്ടൊരു പണി എത്തിക്കണം. വീക്കണ്ടല്ലോ അപ്പോൾ വണ്ടിക്ക് നൈസായിട്ട് ഒരു പണി കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നൈസായിട്ട് നമ്മളോട് വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ഓയിലുണ്ടടാ ഉണ്ടോ ഇതിന്റെ കാവല് അങ്ങനെ പൊട്ടില്ലല്ലോ പൈസ കണക്ഷൻ പോകുന്നില്ലല്ലേ അല്ലേ നോക്കൂ ഉണ്ട് അതിന് രണ്ട് വച്ചെടുത്തോ ഓക്കെ ആയില്ലേ അക്കോ സെറ്റായില്ലേ വലിയ 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 മതി മതി നോക്കി നോക്കാം ഉഷാറാക്കി മുതലാക്കി ഇങ്ങനെ ഓപ്പിടാ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്
വണ്ടി ഇറക്കേണ്ടി വരും. ലോക പോരെ. ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇവിടെ കജെടുത്തേണ്ട രീതിയിലേ സ്റ്റെപ്പ് ആട്ടിയേ ആ സ്റ്റെപ്പിന്റെ സൈഡ് ആട്ടിയേ നീ പോവാ നമ്മളെല്ലാ സാധനം എടുത്തുക്കണു ഇവിടെ കഷ്ടപ്പെട്ട് കേറി നമുക്കുള്ള അറിയാം അടുത്ത പരിപാടി പിടിച്ചാൻ പോവാ എത്ര ഉള്ളു എങ്ങനെയും മണ്ടി കഴിച്ചില്ലായ മയ്യ അപ്പൊ ആനപ്പിന്റെ താങ്കൾ ഞങ്ങൾ കയറിനോടെ തന്നെ എന്തേ മണ്ടാന ഇതൊക്കെ ഇപ്പൊ പണിയെടുത്തിക്കാണ് അറിയാം ഇവിടെയൊക്കെ എന്ത് വന്നില്ല വന്ന് പോയിട്ടുണ്ട് അതാ കൊമ്പനറ്റ കൊമ്പല്ലേ അല്ലേ കൊമ്പ് അത്ര ഹൈറ്റിൽ കൊമ്പ് മറ്റേ നീ പറയണ ഡയലോഗ് വരേണ്ടി വരുമോ ആനയാണ് അല്ലേ വാപ്പല്ലത് ഇനി ഊഞ്ഞാലാടും വജ്ജ് ഇനി അറിഞ്ഞോണ്ട് വേറൊന്നുണ്ട് ഇനി വേറെ സാധനം കാണിച്ചു തരാം ഈ ഗാർഡിന് പ്രശ്നമുണ്ട് നമ്മൾ എത്ര പിന്നോട്ട് പോകുന്ന നോക്കിയാൽ നമ്മൾ സംഭവിക്കില്ല സീരിയസ്ലി അപ്പൊ നിങ്ങൾ മുന്നോട്ട് കഥ കൊടുക്കും സാബിയേ ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചാൽ അങ്ങോട്ട് വരുമോ ഒരു കാര്യം ചോദിച്ചാലേ സ്പീഡ് കൂടി ഒരു കാര്യം ചോദിച്ചിട്ട് കണക്ക് പോവാം ഷോട്ട് നോക്കുന്നുണ്ട് ഈ ഷോട്ട് നോക്കുന്നുണ്ട് രസകര അതെ ഷോർട്ട് കട്ടേ സാഹിത്യൊക്കെ വലിഞ്ഞു മൊണ്ടാണ് എന്ത് വെച്ചെടുക്കാല്ലേ ആ എന്ത്
നിങ്ങളൊരു കയപ്പേ ആലോചിച്ച് നോക്കണം അല്ലേ? ഇതിലൊരു കയപ്പ് ചെറുതൊന്നുമല്ല. നമ്മള് ആർത്തലൊക്കെ വന്നു രാത്രി എന്നിട്ട് അവിടെ ടെന്റ് അടിച്ചു. ആനൊരു മണ്ട ടെന്റൊക്കെ എടുത്തിട്ട് അവിടെ നിങ്ങള്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ അതിന്റെ ഉള്ളിലെ കാണപ്പെട്ടാവും. അവിടെ ആൾക്കാര് മറ്റേ കഞ്ഞി വെച്ചു പോയപ്പോ ഫുഡിനൊക്കെ ഞാൻ പോലെ പോ